ഹലോ. ഇന്ന് പലർക്കുള്ള സംശയമാണ് തനിക്കുള്ള തലവേദന മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്നുള്ളത്. മൈഗ്രെയിനെ സൈനസൈറ്റിസിനെ വ്യത്യസ്തമാക്കുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി വേദനയുടെ രീതി നമുക്ക് നോക്കാം. സൈനസൈറ്റിസ് ഉള്ള ഒരു രോഗിക്ക് വേദന അനുഭവപ്പെടുന്നത് കൂടുതലായി നെറ്റിയുടെ ഭാഗങ്ങളിൽ, അതായത് ഈ രണ്ട് ഭാഗത്ത്, അതുപോലെ മൂക്കിന്റെ പായത്തിന് പിറകു വശത്തായി, കണ്ണിന് ചുറ്റുമായി അല്ലെങ്കിൽ കണ്ണിന് താഴെയായി. എന്നാൽ മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് വേദന അനുഭവപ്പെടുന്നത് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആയിരിക്കും. സൈനസൈറ്റിസ് ഉള്ള ഒരു രോഗിക്ക് വേദന സ്ഥിരമായും അതുപോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതുമായിരിക്കും. എന്നാൽ മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് സ്പന്ദിക്കുന്നത് അല്ലെങ്കിൽ തുടിക്കുന്ന പോലത്തെ വേദനയാണ് അനുഭവപ്പെടുന്നത്. സൈനസൈറ്റിസ് ഉള്ള ഒരു രോഗിക്ക് മൂക്കിൽ നിന്ന് മഞ്ഞയോ പച്ചയോ കലർന്ന ദ്രവം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പനി, മൂക്കടപ്പ് എന്നീ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കും. മൈഗ്രെയിൻ ഉള്ള രോഗിക്ക് പനി എന്ന് പറയുന്ന ഒരു ലക്ഷണം മൈഗ്രെയിൻ എന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ മൂക്കിൽ നിന്നും ഡിസ്ചാർജുകളോ ഒന്നും വരാനുള്ള സാധ്യതയും കുറവാണ്. സൈനസൈറ്റിസ് ഉള്ള ഒരു രോഗിക്ക് മണം അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ അവർക്ക് രുചിയിലും വ്യത്യാസം അനുഭവപ്പെടുന്നു. എന്നാൽ മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് ഛർദി, തലകറക്കം അല്ലെങ്കിൽ ഓക്കാനം, അതുപോലെ തന്നെ ശബ്ദത്തോടോ അല്ലെങ്കിൽ പ്രകാശത്തോടോ ഉള്ള അമിത പ്രതികരണം, ശബ്ദം അല്ലെങ്കിൽ പ്രകാശത്തിന് വിധേയരാകുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ, അതായത് തലവേദന കൂടുന്നതായിട്ട് കാണും. ഇനി സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സൈനസൈറ്റിസ് എന്നുള്ള അവസ്ഥ ട്രിഗർ ചെയ്യുന്നത് പൊടി, അണുബാധ, അലർജി എന്നിവയാണ്. എന്നാൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നത് ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെസ്, ടെൻഷൻ എന്നിവ, ഉറക്കക്കുറവ്, ചില ഭക്ഷണങ്ങൾ, അതുപോലെ ശക്തമായ ദുർഗന്ധം, ഗ്യാസിന്റെ അസ്വസ്ഥത. സൈനസൈറ്റിസ് എന്ന അവസ്ഥ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടുനിൽക്കാം. എന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ 2-3 ദിവസം മാത്രം നിൽക്കുന്നതാണ്. സൈനസൈറ്റിസിൽ പനിയും ദുർഗന്ധത്തോടെയുള്ള നേസൽ ഡിസ്ചാർജ്, മൈഗ്രെയിൻ എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനു മുൻപ് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ചയിലെ വൈകല്യങ്ങൾ എന്നിവയൊക്കെ അടങ്ങുന്ന ഓറ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്നിപ്പോൾ തിരിച്ചറിഞ്ഞുവല്ലോ, അല്ലേ?